കംബോഡിയ ഏറ്റവും വിശാലമായ ക്ഷേത്ര സമുച്ചയങ്ങളുടെ നാട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാഷ്ട്രങ്ങളായ ലാവോസ്, തായ്ലാൻഡ്, വിയറ്റ്നാം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കംബോഡിയയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചൈനീസ് ഉൾക്കടൽ കയറിക്കിടക്കുന്നു. ഇവിടുത്തെ ജനസംഖ്യയിൽ 90% തെരാവത ബുദ്ധമതത്തിന്റെ അനുയായികളാണ്. കംബോഡിയയുടെ വടക്കു പടിഞ്ഞാറൻ ജില്ലയായ സിയാം റീപ്പിലാണ് ടൂറിസ്റ്റുകൾ വിമാനമിറങ്ങുക. ഇതാണ് ആംഖോർ ക്ഷേത്ര സമുച്ചയങ്ങളിലേക്കുള്ള പ്രവേശന കവാടം. സിയാം റീപ്പ് എന്നാൽ സിയാമിന്റെ പരാജയം എന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ തായ്ലാന്റിന്റെ പഴയ പേരാണ് സിയാം. കംബോഡിയയെ ആക്രമിച്ച സിയാമിനെ അവർ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണാർത്ഥം ഈ പ്രദേശത്തിന് സിയാം റീപ്പ് എന്ന് പേര് നൽകുകയായിരുന്നു. ഹിന്ദു ബുദ്ധക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരു നഗരമാണ് ആംഖോർ. എങ്കിലും ഇതിന്റെ നിർമ്മാണം ഏതു മതത്തിന്റെ ചരിത്രത്തിലും ഒരു ഇതിഹാസമായി രേഖപ്പെടുത്താവുന്ന ഏടാണ്. ഖമർ നദിയിലൂടെ ഭീമാകാരമായ പാറകൾ ചങ്ങാടങ്ങളിലും മറ്റും കൊണ്ടുവന്ന് രാജാക്കന്മാരുടെ മേൽനോട്ടത്തിൽ പ്രാചീന ശില്പികളും ആയിരക്കണക്കിന് തൊഴിലാളികളും ചേർന്ന് പടുത്തുയർത്തിയതാണ് ഈ നഗരം. ആംഖോർ ക്ഷേത്ര സമുച്ചയങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് $20 ഒരു ടൂറിസ്റ്റ് നൽകേണ്ടത്. ഇതാണ് ടാപ്പ് റൂം ടെമ്പിൾ. 4 മുഖങ്ങളോടുകൂടിയ ഒരു ശിലാസ്തംഭമാണ് ടാപ്പ് റൂം ടെമ്പിളിന്റെ പടിഞ്ഞാറ് വശത്തായി കാണാൻ കഴിയുക. അടിയോളം വനപാതയിലൂടെ യാത്ര ചെയ്ത് വേണം ഈ പ്രവേശന കവാടത്തിനരികിലെത്തുവാൻ. പാതയോരത്തുടനീളം ബുദ്ധപ്രതിമകളും പുരാവസ്തു ശേഖരവുമായി കച്ചവടക്കാർ നിരന്നിരിക്കുന്നു. AD ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പ്രധാനമായും രാജകീയ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഖമർ രാജാവായ ജയവർമ്മൻ 7 തൻ്റെ മാതാവിനായി സമർപ്പിച്ച ബുദ്ധക്ഷേത്രമാണിത്. എല്ലാ സൗകര്യങ്ങളുമുണ്ടായിരുന്ന ഒരു രാജവിഹാരം. സിദ്ധാർത്ഥനിൽ നിന്നും ബുദ്ധനിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന പരിത്യാഗത്തിൻ്റെ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ ഇവിടുത്തെ മച്ചകത്തെ മനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു.
ആദ്യ മന്ദിരത്തിലേക്കുള്ള പാതയുടെ ഇരുവശങ്ങളിലും വളഞ്ഞുപുളഞ്ഞ കൈവരികളുണ്ട്. വലതുവശത്തായി ക്ഷേത്രഭിത്തിയുടെ ചുമരുകൾക്കുള്ളിലായി ബുദ്ധവിഗ്രഹങ്ങൾ കൊത്തിയിരിക്കുന്നത് കാണാം. യാത്ര തുടരുമ്പോൾ പല ഇടനാഴികളും മുറികളും കടന്ന് നാം മറ്റൊരു സമുച്ചയത്തിൽ എത്തിച്ചേരുന്നു. ഒരു വൻവൃക്ഷത്തിന്റെ വേരുകൾ പിടിമുറുക്കിയിരിക്കുന്ന ഈ സ്തൂപങ്ങൾ കടന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാൽ മൂന്നാമത്തെ മന്ദിരത്തിലേക്കുള്ള പ്രവേശന കവാടമായി. ഇവിടെ ചുവരുകൾക്കുള്ളിൽ അലുക്കുകളും തോങ്ങലുകളും ബുദ്ധലിഖിതങ്ങളുടെ ചുരുളുകളും ചെറുരൂപങ്ങളും കാണാം. അകത്തളത്തിലൂടെ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ വേരുകളാൽ വലയം ചെയ്ത ഒരു ഗ്യാലറി കാണാം. വേരാലും മിലവുമരങ്ങളുമാണ് ഈ ക്ഷേത്രമൊട്ടാകെ കീഴടക്കിയിരിക്കുന്നത്. കംബോഡിയൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായി ഉരുക്ക് റെയിലിങ്ങുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ വേരുകളെ താങ്ങി നിർത്തിയിരിക്കുന്നു. അവിടെ നിന്നും ഒരു ഇരുണ്ട പാതയിലൂടെ മറ്റൊരു അകത്തളം കടന്നാൽ സ്തൂപങ്ങൾ നിറഞ്ഞ വരാന്തയിലെത്തുന്നു. മുന്നിലേക്ക് നടക്കുമ്പോൾ ഇരട്ട ഗോപുരങ്ങൾക്ക് നടുവിലെ ഇടുങ്ങിയ പാതയിൽ എത്തിച്ചേരുന്നു. ഇവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ലിഖിതങ്ങൾ. ചില ഇടനാഴികൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മറ്റുള്ള ചിലതാകട്ടെ വേരുകളാൽ തന്നെ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അകത്തളങ്ങളിലൂടെ നടന്ന് കിഴക്കേ പ്രവേശന കവാടത്തിനപ്പുറമുള്ള മറ്റൊരു മന്ദിരത്തിൽ എത്തിച്ചേരുന്നു. ഇവയ്ക്ക് പുറമെ ചതുരാകൃതിയിലുള്ള ചെറിയ മുറികൾ ടാപ്പ് റൂം സമുച്ചയത്തെ ഒന്നാകെ വലയം ചെയ്തിരിക്കുന്നു.
ഇവിടെ എവിടെയും നമുക്ക് പ്രകൃതിയെ അതിൻ്റെ ദ്വന്ദ്ഭാവത്തിൽ കാണാൻ കഴിയും. ഒരു കൈകൊണ്ട് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുമ്പോൾ മറു കൈകൊണ്ട് സമാശ്വാസത്തിൻ്റെ തലോടൽ നൽകുന്ന പ്രകൃതി. കരിമ്പാറകളുടെ മാറു പിളർന്ന് അവയെ ഛിന്നഭിന്നമാക്കുന്ന നിമിഷം തന്നെ പഴയ മുറിവുകളിൽ അവൾ നനുത്ത പച്ചപ്പായി പടരുന്നു. തൻ്റെ വേരുകളാൽ ആവരണം തീർത്ത് അവയെ സംരക്ഷിക്കുന്നു. പ്രകൃതിയുടെ സ്ത്രൈണഭാവത്തിന് ഈ വൈചിത്ര്യത്തിനപ്പുറം മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ഈ ക്ഷേത്രമൊന്നാകെ വൻവൃക്ഷങ്ങളുടെ ശ്വാസം മുട്ടിക്കുന്ന ആശ്ലേഷത്തിൽ അമർന്നിരിക്കുകയാണ്. ശിലയും മരവും കഠിനമായ ശത്രുതയിലാണെങ്കിലും ഇവിടെയെല്ലാം നിശ്ചലമാണ്. പ്രകടമായി ഒന്നും ഗ്രഹിക്കാനാവാത്ത അവസ്ഥ. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു മഹായുദ്ധത്തിനിടയിൽ പൊടുന്നനെ നിശ്ചലരായിപ്പോയ രണ്ട് മല്ലയുദ്ധക്കാരെ പോലെ അവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സാക്ഷിയായി അനാദിയായ കാലവും.